ഇത് നമ്മൾ വൃന്ദാവനിലേക്കാണ് പോകുന്നത്. വൃന്ദാവൻ ശ്രീകൃഷ്ണന്റെ സ്ഥലത്ത്. തടുക്കുന്നുണ്ട്. നമ്മളിപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട്, അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഹോട്ടല്. നമ്മ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ആലു പറാത്തയാണ്. ഇവിടെ ഹിന്ദിക്കാരുടെ ഫേമസ് സാധനങ്ങളാണ്. ചായ സൂപ്പറാണ് കേട്ടോ, നല്ല മസാല ചായ, അടിപൊളി. ഇവിടെ കുരങ്ങന്മാർ കുറേ ഉണ്ട്, ശല്യമാണ്. ഒന്ന് ഫോണും മറ്റേ നമ്മളെ സാധനങ്ങളൊക്കെ കുരങ്ങന്മാർ എടുത്തിട്ട് കൊണ്ടുപോകും, സൂക്ഷിക്കണം, അവിടെ പേടിയാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞ രാധേകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ നടക്കും. മന്ത്രങ്ങളാൽ ഭയങ്കരമാണ് ഇവിടെ. एक प्लेट लगा देते हैं, उसमें से कर लेना आप लोग। ठीक है, एक प्लेट नहीं लगा देना। പക്കാ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. നമ്മൾ വീട്ടിൽ ആലു പൊറോട്ട ഉണ്ടാക്കലുണ്ട്, പക്ഷെ ഇവിടുത്തെ ആലു പൊറോട്ട ഇവരെ ഇതല്ലേ, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. രാവിലെ തന്നെ ആലു പൊറോട്ടയാണ്, കുഴപ്പമില്ല. ഓളെല്ലാം കുടിച്ചു, ചായ കുടിച്ചു. തൈരും അച്ചാറാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. അമ്മ ഇതിന് മസാല ഒന്ന് പഠിക്കണം. അടിപൊളിയാണ്. വീട്ടിലാക്കലുണ്ട്, പക്ഷെ ഈ ടേസ്റ്റ് കിട്ടില്ല. നല്ലതാണ്. അമ്മ ആക്കുമ്പോൾ ഈ ടേസ്റ്റ്. അടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ നമ്മളെ താജ്മഹൽ കാണാൻ പോവാണ്. ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ്. ഒന്ന് എൻ്റെ ചെറുപ്പത്തിൽ, അതായത് ഒരു 5-6 വയസ്സ് ഉണ്ടാകുന്ന സമയത്ത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മിലിറ്ററി ആയിരുന്നു, അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നായിരുന്നു. ഇത് 3ാമത്തെ പ്രാവശ്യം ഞാൻ ശരിക്കും കാണും. അത് കാണണ്ട തന്നെ.
താജ്മഹൽ കഴിഞ്ഞു. നമ്മളടുത്ത് സിക്കന്ദർ ലോധി ആദ്യം ഇതിന് തറക്കല്ലിട്ട് തുടങ്ങിയത്. പാനിപ്പത്തിന് ശേഷം ഹുമയൂൺ മുഗളന്മാരല്ലേ അവരെന്ത് ചെയ്ത് പറഞ്ഞാൽ സിക്കന്ദർ ലോധിനെ രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ഇതിന്റെ ഇത് നേടിയെടുത്തു. അതിനുശേഷം ഹുമയൂണാണ് ഇതിന്റെ മാക്സിമം കംപ്ലീറ്റ് ചെയ്തത്. അക്ബർ എന്ത് ചെയ്തു? ഇതിന് നല്ല ഇപ്പോലെ കണ്ടീഷനിലാക്കിയത് അക്ബറാണ്. അക്ബർ വന്നിട്ട് ഇവിടെ ഭരിച്ചു നടന്നത്. പിന്നീടാണ് അക്ബർ വന്നിട്ട് ഇത് അങ്ങോട്ടേക്ക് ഡൽഹിയിൽ ഷിഫ്റ്റ് ചെയ്തത്. റെഡ് ഫോർട്ട് റെഡ് ഫോർട്ടല്ല പിന്നെ അവർ ഭരിച്ചിരുന്നത് നമ്മളെ ലാസ്റ്റ് വരെ. അതിലാണ് അയാളെ പിടിച്ചിട്ടതും തടങ്കലിട്ട റൂമും എല്ലാം ഉണ്ട്. ഇതൊന്നും സംഭവം കഥയൊന്ന് പറഞ്ഞ് നടക്കുന്നത് മനസ്സിലായിട്ടോ. ഇത് ഫോർട്ട്. അതെ, ഇത് ഫോർട്ടാ ശരിക്കും. ഇതാരെ ഉണ്ടാക്കിയത്? ഇത് സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധി രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തില് അടിമവംശം തോൽപ്പിച്ചിട്ട് മുഗളന്മാര് എന്താക്കി അധികാരത്തിൽ വന്നില്ലേ? നമ്മൾ അധികാരത്തിൽ വന്നതുകൊണ്ട് പിന്നെ ഇതിന്റെ ബാക്കിയുള്ള എല്ലാ ഇത് കംപ്ലീറ്റ് ഹുമയൂൺ. പക്ഷെ ഇന്നത്തെ കണ്ടീഷൻ എടുത്തു വന്നത് അക്ബർ. ഇതെല്ലാം ഉണ്ടാക്കിയത് ഹുമയൂണാണ് പൂർത്തീകരിച്ചത്. പക്ഷെ ഇതെല്ലാം ക്രോഡീകരിച്ചത് ഫിനിഷിംഗ് ചെയ്ത അക്ബർ. അക്ബർ ഇടിയിട്ട് ഭരിച്ചു. പിന്നെ അതിനുശേഷം അക്ബർ മാറി. അതായത് മുഗളിന്റെ തലസ്ഥാനം അക്ബറിനെയാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഡൽഹിയിലേക്ക്. അക്ബർ 55 കൊല്ലം അവിടെ ഭരിച്ചു. അവര് അതാ മണത്തിന് വരുന്ന വെച്ചാ തിന്നാൻ കിട്ടുന്നത് നമ്മൾ നാട്ടിൽ വെച്ചാ. അതേമാതിരി ഇവര് ഈ പഴയ മറ്റേ ഇതെല്ലാം ഉണ്ട്. ഇതാണ് ഔറംഗസീബിന്റെ റൂം. ഔറംഗസീബിന്റെ മറ്റേ ഇതില്ലേ മറ്റേ ബെഡ്റൂമും അക്ബറിൻ്റെത് എല്ലാം സെപ്പറേറ്റ് ഉണ്ട്. ഇവിടെ ആയിരിക്കും ഭരണം നടത്തിയത് ഇവിടുന്നായിരിക്കും അല്ലേ? ഇത് ജനങ്ങളെ ആവേദന പരാതികളൊക്കെ കേൾക്കാനുള്ള സ്ഥലം. അക്ബറെ കണ്ടിട്ടില്ലേ? അയാളെ അക്ബറിനെ അറിയപ്പെടുന്ന ഫക്കീറാണ്. അബ്ദുൽനായ എന്തോ അങ്ങനെ എന്തോന്ന് അറിയപ്പെടുന്നത്. അയാളെപ്പോഴും പിന്നെ അവിടെ ഇരുന്നിട്ട് പരാതി കേൾക്കും.
ഞാൻ തുളസിയിലപ്പം പോകും. ഞാൻ നീ അങ്ങനെ വീട്ടെടുക്കണം ഇതാണ് പരാതി വയ്ക്കുന്ന സ്ഥലം. ഇതാണ് അല്ലേ അക്ബറിന്റെ പരാതി വയ്ക്കുന്ന സ്ഥലം. അക്ബർ എന്നല്ല, അക്ബർ ആയിക്കോട്ടെ. പിന്നെ ബാക്കിയുള്ള രാജാക്കന്മാർക്ക് അങ്ങനെ പരാതി സ്വീകരിക്കുന്ന പക്ഷെ അക്ബർ മഹാനായ അക്ബർ അതുകൊണ്ടാവും പരാതി സ്വീകരിച്ച് തെറ്റിട്ട് അക്ബറാണ് ഹിന്ദുക്കൾക്ക് നികുതി മരണം വന്നിട്ട് കട്ട് ചെയ്തത്. കൃഷിഭൂമി പിടിച്ചെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതിൽ അക്ബറാണ് കട്ട് ചെയ്തത്. അതെല്ലാം എടുക്കും. പരാതി കേൾക്കുന്ന മന്ത്രിമാര് അവരുടെ രാജാവാണ്. മന്ത്രിമാര് പുരോഹിതന്മാര് അവരെ ആൾക്കാരാണ്. ആരെല്ലാം ആൾക്കാർ മന്ത്രിമാരും പുരോഹിതന്മാരും ഇരിക്കും. രാജാവ് അവിടെ ഇരിക്കും. അല്ലെങ്കിൽ ഭരണാധികാരികൾ അവിടെ ഇരിക്കും. ഇവിടെ താഴെയിൽ അവർ പരാതികൾ കേൾക്കുന്ന സ്ഥലം ഇത്. ഓക്കെ, അത് പണ്ട് കാലങ്ങളിൽ കുളിക്കാൻ വേണ്ടിയിട്ട് മുകളിലത്തെ നിലയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒഴിക്കും താഴത്തേക്ക്. അപ്പം ഇതാണ് വെള്ളം പോകുന്ന വേസ്റ്റ് വെള്ളം പോകുന്നത്. അത് ഇതിലേ പോയി അതിലേക്കൂടെ വെള്ളം വന്നിട്ട് ഇതിലേക്കൂടെ വെള്ളം നിറയും. ഇതാണ് പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ കുളിച്ചിരുന്നത്. എന്നുവെച്ചാൽ വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് കുഴി. അവിടെ നിന്നാണ് ആ മോളിൽ നിന്നാണ് വെള്ളം വീഴുന്നത് താഴേട്ടിലേക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള. എന്തൊരു സിസ്റ്റം. സമയമായിട്ടുണ്ടാവും. ഇത് കാരാഗ്രഹം. ഇത് തടവുകാർ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടവരെല്ലാം താമസിക്കുന്ന സ്ഥലം കാരാഗ്രഹം. ഇത് കൂരാക്കുരുട്ടാണ്. ഇത് ഗ്രില്ല് വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല. ഇതും ജയിലാണ് സംഭവം. ജയിലാണ്. രാജാക്കന്മാര് പണ്ട് കാലങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ ഇവിടെയായിരുന്നു ജയില്. 21 പ്രാവശ്യമാണ് അയാൾ കൊള്ളയടിച്ചു. ആടെ കൊണ്ടുവന്ന ഇതെല്ലാം ആടെ എടുത്തു വന്നത് മുഹമ്മദ് ഗസ്നി. ആ ഹൈറ്റ് നോക്ക, അതിന്റെ വെയിറ്റ് നോക്കട്ടാ, എത്ര പണിയുണ്ട്. ഇത് ഗുജറാത്തിലെ സോമനാഥ ടെമ്പിളില് ഒന്ന് കഴിഞ്ഞ് കവർ ചെയ്തിട്ട് കൊണ്ടുവന്നല്ലേ. കവർച്ച അവിടുത്തെ ഗേറ്റ് ആണ്. അതാണ് ഇപ്പൊ കൊള്ളയടിച്ചത്. കാണിച്ചു തരാവേ. ഇതാണ് അതിന്റെ ഗേറ്റ്. ചെറിയൊരു ഇത് ഇതേ ഉള്ളൂ. അയാളെന്ത് ചെയ്ത് ഇത് ഉള്ളിൽ കയറ്റിയിട്ട് ഇതെല്ലാം പൊട്ടിച്ച് ഉള്ളിൽ കയറ്റി അതേമാതിരി കെട്ടിയിട്ട് ഫുൾ അടച്ചു. ഇത് ബ്രിട്ടീഷുകാർ മാറ്റാൻ തന്നതല്ലേ.
നേരത്തെ രാജ്ഞിമാർ കുളിക്കുന്ന സ്ഥലമാണ് മക്കളെ. മക്കളെ കണ്ടാ രാജ്ഞി കുളിക്കുന്ന സ്ഥലവും പൂന്തോട്ടവും കാര്യങ്ങളും. ഇത് ജഹാംഗീറിന്റെ ബാത്ത് ടബാണ് കണ്ടാ. ഇതിൽ പോയിട്ടാണ് കുളിക്കല്. ഇതാ സ്റ്റെപ്പ് ഉണ്ട്. ഇതിന്റെ ഉള്ളിലാണ് ജഹാംഗീർ കുളിക്കല്. ബാത്ത് ടബാണ്. പണ്ടത്തെ രാജാക്കന്മാരുടെ ഒരു യോഗം.